നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരതയിൽ ഗസയിലെ കുഞ്ഞുങ്ങൾ താൽക്കാലിക ടെന്റുകളിൽ തണുത്തുവിറച്ച് മരിക്കുന്നു. തുടർച്ചയായ ബോംബിംഗിൽ വീടും കിടപ്പാടും നഷ്ടപ്പെട്ട ഗസ നിവാസികൾ താൽക്കാലികമായി ഒരുക്കിയ ടെന്റുകൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. ഡിസംബറിലെ കൊടും തണുപ്പിൽ 72 മണിക്കൂറിനിടെ 4ാമത്തെ കുഞ്ഞാണ് ഇപ്പോൾ മരവിച്ച് മരിച്ചത്. മരുന്നും ഭക്ഷണവും തടഞ്ഞ് ഇസ്രയേൽ നടത്തുന്ന ഉപരോധത്തിനിടെ അന്തരീക്ഷ ഊഷ്മാവ് കുത്തനെ കുറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് അവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ പറയുന്നു. ടെന്റുകൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. രാത്രിയിൽ ടെന്റുകൾക്കുള്ളിൽ മരം കോച്ചുന്ന തണുപ്പാണ് എന്ന് ദക്ഷിണ ഗസയിലെ ഖാൻ യൂനൂസിലുള്ള നാസർ ഹോസ്പിറ്റലിലെ ശിശുക്ഷേമ വിദഗ്ധൻ ഡോക്ടർ അഹമ്മദ് അൽ അഫ്ര പറഞ്ഞു. ഒരു വർഷത്തിലേറെയായി ഇസ്രയേൽ തുടരുന്ന കടുത്ത ആക്രമണത്തിൽ ഗസയിലെ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗസയിലെ 23 ലക്ഷം ജനങ്ങളിൽ 90% പേർ അഭയാർത്ഥികളാക്കപ്പെട്ടിട്ടുമുണ്ട്. മാറുന്ന കാലാവസ്ഥയെ നേരിടാനാവാതെ വലിയ ദുരിതത്തിലാണ് അവർ. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തതും കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നുണ്ട്. ഇത് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും അടിയന്തര സേവന സംവിധാനങ്ങൾക്കും സൃഷ്ടിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. തീരത്തോട് ചേർന്ന ടെന്റ് ക്യാമ്പുകളിലാണ് ഗസയിലെ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും കഴിയുന്നത്. ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും എത്തിക്കാനാവാതെ വലയുകയാണ് സന്നദ്ധ സംഘടനകൾ. ആവശ്യത്തിന് ബ്ലാങ്കറ്റുകളോ ചൂടുവസ്ത്രങ്ങളോ തീ കായാനുള്ള വിറകോ ഇല്ല. ഉത്തര ഗസയിൽ പ്രവർത്തനക്ഷമമായ അവസാന ആശുപത്രിയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബിങ്ങിൽ 5 ജീവനക്കാർ കൊല്ലപ്പെട്ടു. ഒരു ഡോക്ടറും ഒരു ലബോറട്ടറി ടെക്നീഷ്യനും 2 മെയിൻ്റനൻസ് ജീവനക്കാരുമാണ് കൊല്ലപ്പെട്ടവർ. ഇപ്പോൾ തന്നെ ഏറ്റവും ചുരുങ്ങിയ മാനുഷിക ശേഷി ഉപയോഗിച്ചാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നതെന്നും മരുന്നും മറ്റ് സൗകര്യങ്ങളും കുറവാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. കമാൽ അദ്വാൻ ആശുപത്രിയുടെ പരിസരങ്ങളിലും ആശുപത്രികൾക്ക് അകത്തും ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ സൈന്യം വെടിവെപ്പ് നടത്തുകയാണ്. ആശുപത്രിയുടെ ICU ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ ക്ലഹൂത്തിനെ നേരത്തെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തുകയും നിരവധി ജീവനക്കാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.